സഖാവ് പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ അല്ലേ. ഒരുപാട് കാലം ജീവശവമായി ജീവിച്ച ഒരാളാണ് സഖാവ് പുഷ്പൻ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ CPM-ന് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്താൻ പറ്റിയ ഒരു രക്തസാക്ഷിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ, 1-2 വർഷമായിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതും ആയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വെച്ച ഒരു വേദിയിൽ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഡിവൈഎഫ്ഐക്കാർ സംഘടിപ്പിച്ചൊരു പരിപാടി, നഗ്നമായ അർദ്ധനഗ്ന എന്നും പറയാൻ വയ്യ, അത്രയും മോശപ്പെട്ട രൂപത്തിൽ ഒരു സ്ത്രീയെ കൊണ്ട് എന്തെല്ലാം ആഭാസങ്ങൾ കാണിപ്പിച്ച ഒരു പരിപാടി. CPM-ൻ്റെ ഒരു പുതിയ വിശദീകരണം ഉണ്ടായിരുന്നു. ജൻസി കുട്ടികളെ ആകർഷിക്കണം പാർട്ടിയിലേക്ക്, പഴയ രീതികളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ. ഈ പുതിയ രീതി എന്ന് പറയുന്ന ഇതാണോ? കേരളത്തിൻ്റെ സംസ്കാരം വിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതിലേക്ക് ആളുകളെ കിട്ടുന്നുള്ളത് നിങ്ങളുടെ തോന്നലാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ആ പരിപാടി വളരെ മോശമായിപ്പോയി. ഈ 3-4 മാസത്തെ UDF-ൻ്റെ ഭരണത്തിനുള്ളിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന വിമർശനം എന്ന് പറയുന്നത് ഹിമാലയം കണക്കെ ധാരാളമായിട്ടുണ്ട്. സാധാരണ ഭരണപക്ഷത്തിനാണ് ഇതൊക്കെ കേൾക്കാറ്. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്കും മുന്നണിക്കും ഇത്രയേറെ വിമർശനങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമാവും. പിണറായിയുടെ മകൾ വീണയുടെ വിഷയങ്ങൾ അതൊന്ന്, ഭാര്യയുടെ പെൻഷൻ പണം പറ്റി കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞ കാര്യം, ഇപ്പോൾ അത് ദുബായിലേക്ക് പണം കയറ്റി വിട്ട് വയറ്റുമണിയാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോളിഡ് എവിഡൻസും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, പണ്ട് സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ പറഞ്ഞ പോലെ 8B-9F എന്നൊക്കെ ഒരു പുക ഇങ്ങനെ വരുന്നു പറഞ്ഞ മാതിരി അധ്യാപകർ വരെ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന കാലം, മയക്കുമരുന്നിനെതിരെ പട നയിച്ചവും മയക്കുമരുന്നിന് പിടിക്കപ്പെടുന്ന കാലം. അങ്ങനെ എന്തെല്ലാം കേസുകളാണ് CPM-കാരൻ നിങ്ങളെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതിനിടക്കാണ് നിങ്ങളെ ഈ ഡാൻസ്. വളരെ മോശമായി. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സംഘടനകളിലേക്കൊന്നും നിങ്ങളെ കുട്ടികളെ വിട്ട് ഭാവി കളയരുത്. ഇന്നിപ്പോൾ പൈതമക്കളെ 3-4 മക്കളെ വെച്ചിട്ട് ഇവർ ബാക്കിൽ നിന്ന് കൃത്യമായ പ്ലാനിങ് കൊടുത്ത് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് വിട്ടിട്ട് മീഡിയ വണ്ണിൽ ചർച്ചയിൽ പറയുന്ന പോലെ ആ കുട്ടികൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുട്ടികളുടെ കയ്യിൽ പേനയും പുസ്തകവും കൊടുക്കൂ, അവർ വിദ്യാഭ്യാസം നടട്ടെ, അവരുടെ തലച്ചോറിൽ വെളിച്ചം വന്നതിന് ശേഷം അവരൊരു ആശയത്തെ തിരഞ്ഞെടുക്കട്ടെ. അത് DYFI ആണെങ്കിൽ DYFIൻ്റെ പ്രവർത്തനങ്ങൾ മോശപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. പണ്ട് ചുംബന സമരം നടത്തിയപ്പോൾ ആളുകളുടെ വിമർശനം വന്നപ്പോൾ ഏറെക്കുറെ ഒരു പഠിച്ചെന്ന് വിചാരിച്ചിരുന്നു. എവിടെ പഠിക്കുന്നു? ഇപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് പറയും നിനക്കൊന്നും നേരം വെളുത്തിട്ടില്ലേന്ന്. അതെ, എനിക്ക് നേരം വെളുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടിക്ക് ഒരു കാരണത്തിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത് കേരളത്തിൻ്റെ കൾച്ചറല്ല. നിങ്ങൾ അടിമുടിയൊന്നും മാറണം. നമുക്കറിയാലോ, മക്കളെ വളർത്തിയിട്ട് അവസാനം അബു അരീക്കോടിൻ്റെ അവസ്ഥയൊക്കെ എത്തിക്കരുത്. ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഊർജം ചെലവഴിച്ചൊരു പയ്യനാണ്. അവൻ്റെ മരണശേഷം ആ പയ്യനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. എന്നിട്ടിപ്പോൾ വളരെ സപ്പോർട്ട് കൊടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്.